ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മുടെ റിതുട്ടന്റെ ബർത്ത്ഡേ വ്ലോഗ് ആണ് കേട്ടോ. കണ്ണടച്ച് തുറക്കും മുന്നേ 2 വയസ്സായി. ഒന്നാം ബർത്ത്ഡേ ഇന്നലെ കഴിഞ്ഞ പോലെയുണ്ട്. അതൊക്കെ അങ്ങനെയാണല്ലോ, ദിവസങ്ങൾ പെട്ടെന്ന് പോവുകയാണ്. ബർത്ത്ഡേയുടെ തലേ ദിവസം രാത്രി 3 മണി വരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കോലത്തിൽ എത്തിച്ചത്. ഡെക്കറേഷൻ ചെയ്യാൻ എക്സ്പേർട്ട് ഒന്നും അല്ല, എന്നാലും കഴിവിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷൻ വീഡിയോ പുറകെ വരുന്നതായിരിക്കും. വലിയൊരു പാർട്ടി ആയിട്ടൊന്നും ഇല്ല, നമുക്ക് വേണ്ടപ്പെട്ടവർ മാത്രമുള്ള ഒരു ചെറിയ സെലിബ്രേഷൻ. എല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടപ്പോ അവൻ ചെറുതായിട്ടൊന്ന് വയലന്റ് ആവാൻ നോക്കി. എന്തായാലും അതിനു മുമ്പ് കേക്ക് മുറിച്ചേക്കാന്ന് കരുതി. ബർത്ത്ഡേക്ക് 2 ആഴ്ച മുന്നേ തൊട്ട് തുടങ്ങിയതാണ് കേക്ക് മുറിക്കണം, മോന്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞു. അവനോട് തന്നെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയുമായിരുന്നു. വലുതായിട്ട് സെലിബ്രേഷൻ ഒന്നും ഇല്ലാഞ്ഞത് കൊണ്ട് നമ്മൾ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. അടുപ്പമുള്ള 10-20 പേർ വരുന്നു, കേക്ക് മുറിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പിരിയുന്നു, അത്രേ ഉള്ളായിരുന്നു. പിന്നെ 20 എന്നുള്ളത് 30 ആയി. എന്തായാലും കേക്ക് മുറിക്കുന്ന ടൈമിൽ അവന് വലിയ വയലൻസ് ഒന്നും ഇല്ലായിരുന്നു. നന്നായിട്ട് സഹകരിച്ചു തന്നു. അവന് കേക്കിന് മുകളിലിരിക്കുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസിലോട്ടായിരുന്നു നോട്ടം. കേക്ക് മുറിച്ച ഉടനെ അതെല്ലാം കൈക്കലാക്കി. ഇതെന്താ 2 കേക്ക് മുറിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. നമ്മൾ 2 kg ഒരു കേക്ക് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്ക് വാങ്ങാൻ ചെന്നപ്പോഴാണ് ഒരു കേക്ക് നമുക്ക് സർപ്രൈസ് ആയിട്ട് ചേച്ചി തന്നെ ചെയ്തു തന്നത്. ചേച്ചി കുറെ നാളായിട്ട് ഗിഫ്റ്റ് ആയിട്ട് ഒരു കേക്ക് ചെയ്തു തരണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റിതുട്ടൻ സെക്കൻഡ് ബർത്ത്ഡേക്ക് 2 കേക്ക് മുറിച്ചു. തികച്ചും യാദർച്ഛികമായിരുന്നു. ഇതായിരുന്നു നമ്മുടെ കേക്ക്സ്. ആ ടെഡി ബിയർ ഇരിക്കുന്ന കേക്ക് വാനില ഫ്ലേവർ നമ്മൾ പറഞ്ഞ കേക്കായിരുന്നു. ചേച്ചി നമുക്ക് ഗിഫ്റ്റ് തന്നത് ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആയിരുന്നു. എന്തായാലും കേക്കുകൾക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. റിതുട്ടനും ഞങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടമായി. കേക്ക് കട്ട് ചെയ്ത് ജോലി തീർത്ത പോലെയാണ് റിതുട്ടന്റെ നിപ്പ്. ഞാൻ അവൻ അധികം കേക്കൊന്നും കൊടുത്തില്ല, വളരെ കുറച്ച് മാത്രം വായിൽ വെച്ച് കൊടുത്തു. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് മധുരം കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അച്ഛൻ കേക്ക് എല്ലാം മുറിച്ച് പ്ലേറ്റിലാക്കുന്ന നോക്കി നിൽക്കുകയാണ്. കൂടാതെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയതിന്റെ ഒരു ജാടയും മുഖത്തുണ്ട്. ഇപ്പൊ തിന്നോണ്ടിരിക്കുന്നത് കേക്കിന് മുകളിലിരുന്ന 2 ആണ്. എത്ര പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചിട്ട് തന്നില്ല. അങ്ങനെ അമ്മ മുറിച്ച കേക്കുകളെല്ലാം എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ റിതുട്ടന് 2 വയസ്സായി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നൊരു എലിക്കുഞ്ഞിനെ പോലെ കയ്യിലിടുന്നത് ഇപ്പോഴും ഓർമ്മ വരുക. അതല്ലെങ്കിലും കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരുമല്ലോ. വളരുന്നതനുസരിച്ച് കുരുത്തക്കേട് കൂടുമെങ്കിലും നമ്മൾ ആ പ്രായം നന്നായിട്ട് മിസ് ചെയ്യും. പിന്നീട് വന്നവരെല്ലാം ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കേട്ടോ. അവനാണ് കഴിഞ്ഞ ബർത്ത്ഡേക്ക് അതൊന്നും ഓർമ്മയില്ലല്ലോ. പക്ഷെ ഇപ്പൊ ഇത്തിരി കൂടി അറിവ് വെച്ചത് കൊണ്ട് അവൻ അതെല്ലാം നോക്കി കാണുകയായിരുന്നു. പിന്നെ അതിലുള്ളതെല്ലാം എന്താണെന്ന് കാണണമെന്നായി. അതല്ലെങ്കിലും പിന്നെ തുറക്കാന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപ്പൊ തന്നെ തുറക്കണമായിരുന്നു. അവന് ഒരുപാട് ടോയ്സ് ഒക്കെ കിട്ടി കേട്ടോ. ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞിരിക്കുന്ന ഗിഫ്റ്റ് കണ്ടപ്പോ അവന് വല്ലാത്ത അതിശയം തോന്നി. അത് കീറിക്കളഞ്ഞ് അതിൽ എന്താണെന്ന് അറിയാനുള്ള ആൻസൈറ്റി ആയിരുന്നു. അത് പിന്നെ എത്ര വളർന്നാലും നമുക്കും ഉണ്ടല്ലോ. എല്ലാം കൊണ്ട് റിതുട്ടൻ വളരെ എൻജോയ് ചെയ്തു. പക്ഷേ കിട്ടിയ ടോയ്സ് ഒക്കെ 10 മിനിറ്റത്തേക്ക് ഉള്ളെന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. ഇപ്പൊ കുഞ്ഞല്ലേ, സൂക്ഷിക്കാനൊന്നും അറിയില്ലല്ലോ. എന്തൊക്കെയായാലും എല്ലാം 12 പീസിൽ കൂടുതൽ ഉണ്ടായിരിക്കും. ഇതിന്റെയൊക്കെ ഉള്ളിൽ എന്താണെന്ന് അറിയാനായിരിക്കും പൊട്ടിച്ച് നോക്കുന്നത്. കുഞ്ഞുനാൾ മുതലേ അവന് കിട്ടിയ ടോയ്സ് ഒക്കെ ഒരുപാട് ഞാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോഴേ അവന്റെ കൊടുത്ത് നശിപ്പിക്കേണ്ട, അറിവാകുമ്പോൾ കൊടുക്കാലോ എന്ന് കരുതി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ അവന് ടോയ്സിനോടല്ല താല്പര്യം, പാത്രങ്ങൾ വെച്ച് കളിക്കാനാണ് താല്പര്യം. അങ്ങനെ കേക്ക് കട്ടതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് നമ്മൾ ബിരിയാണി ആയിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ വീട്ടിൽ തന്നെ ബിരിയാണി വെച്ചു. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ ഇത്തവണ കടയിൽ നിന്ന് ഓർഡർ ചെയ്യാണ് ചെയ്തത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതിയല്ലോ. റിതുട്ടൻ എന്റെ എളിയിൽ കയറി ഇരിക്കുകയാണ്. ഇവരെല്ലാവരും ആദിത്യന്റെ ഫ്രണ്ട്സ് ആണ്. തീരെ ചമ്മലില്ലാത്ത കൂട്ടരാ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മുഖം പൊത്തിയിരിക്കുന്നതിലും ഭേദമല്ലേ മുഖം കാണിക്കുന്നത്? പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ഇവര് 2 മാമന്റെ മക്കളാണ്. ഇവന്മാര് മുഖം മറയ്ക്കുന്ന കണ്ടപ്പോ അവർക്കും മുഖം മറയ്ക്കണം. ഓടിയിട്ടത് കാര്യമായി അൽത്താഫ് പറയുന്നുണ്ടായിരുന്നു. ഫോട്ടോ ആണെന്ന് കരുതി പോസ് ചെയ്യാണ് 2 പേര്. എന്റെ അമ്മയും അമ്മമ്മയാണ്. പാവങ്ങൾ പറ്റിക്കപ്പെട്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ റിതുട്ടന്റെ ബോൾ എടുത്ത അവന്മാരെല്ലാരും കൂടെ കളിക്കാൻ തുടങ്ങി. റിതുട്ടനാണ് എന്നോട് വന്ന് പരാതി പറയാണ്. അല്ലെങ്കിലും ആമ്പിള്ളേര് ബോൾ കിട്ടിയ വിടില്ലല്ലോ. സെലിബ്രേഷൻ എല്ലാം കഴിയാറായപ്പം 2-3 പേര് വന്നിട്ടുണ്ട്. ഇവരെന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. ചെറുപ്പം മുതലേ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. കഴിഞ്ഞ തവണ ഇവര് ലേറ്റ് ആയിരുന്നു. ഇത്തവണയെ ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. റിതുട്ടൻ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞപ്പോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നു. അമ്മൂസും ഷീനയും സുമേഷും ആണ്. പിന്നെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. റിതുട്ടൻ ഫ്രീ ആയി. അങ്ങനെ ഒരു വർഷം കൂടി കടന്നുപോയി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റ.